ഇന്നത്തെ നമ്മളെ വീഡിയോ ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിയേഴ്സിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ കുറേ വട്ടം ഈ ഒരു വീഡിയോ എടുത്ത് ഞാനത് അപ്ലോഡ് ചെയ്തില്ല. ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അങ്ങോട്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്യും, വീണ്ടും എടുക്കും, ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഫൈനലി ഈ ഒരു വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിയേഴ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഒരു കാത് എല്ലാവരും കുത്തും, 2ഉം 3ഉം ഒക്കെ പിയേഴ്സിങ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അതിൽ പെട്ടതാണ് ഞാൻ. കുറേ കാലമായിട്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് കണ്ടാണ്ടാണ് ഞാൻ കൊണ്ടോട്ടി പോയിട്ട് ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് ഗൺഷൂട്ടാണ് ചെയ്തത്. 3 പിയേഴ്സിങ് പിന്നെ എക്സ്ട്രാ ഞാൻ ചെയ്ത്. അപ്പോൾ അത് 3ഉം ഗൺഷൂട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. പുതിയതായിട്ട് കാത് കുത്താൻ പോകുന്നവർക്കൊക്കെ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ 3 പിയേഴ്സിങ് ചെയ്തല്ലേ ഞാൻ കാണിച്ചുതരാം. കണ്ട, മുകളിൽ 2എണ്ണം, ഇവിടെ 1. അതാണ് 3 പിയേഴ്സിങ് ഞാൻ ചെയ്തത്. 2 കാതിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ മുകളിലുള്ള ഒരു പിയേഴ്സിങ് ആണ് ചെയ്തത്. അത് ഞാൻ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. എവിടേക്കോ പോയിട്ട് വരുമ്പോൾ ഒരു ജ്വല്ലറി ഷോപ്പ് കണ്ട്, അപ്പോൾ അവിടെ കയറിയിട്ട് കൺഷൂട്ട് ചെയ്ത്. പെയിൻ പറഞ്ഞാൽ സഹിക്കാവുന്ന പെയിനുള്ളൂ, എനിക്ക് വലിയ പെയിനൊന്നും ഉണ്ടായില്ല. ഈ തൊട്ട് ഏറ്റവും മുകളിൽ കുത്തിയപ്പോൾ എനിക്ക് തീരെ വലിയ പെയിനൊന്നും തോന്നിയില്ല. പിന്നെ പെയിന് തോന്നിയത് ഇവിടെ ഈ താഴെയില്ലേ, ഇവിടെ പിയേഴ്സിങ് ചെയ്തപ്പോഴാണ് എനിക്ക് അത്യാവശ്യം പെയിന് തോന്നിട്ടോ. എനിക്ക് തോന്നുന്നത് ഈ എല്ലാണല്ലോ ബാക്കിയുള്ള സ്ഥലത്ത്, അവിടെ ഒന്നും വലിയ പെയിൻ ഉണ്ടാവില്ല. നിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. പിന്നെ പുതിയതായിട്ട് കാത് കുത്താൻ ആഗ്രഹിച്ചിരിക്കുന്നവരോട് ഞാൻ പറയുക, ഗൺഷൂട്ട് തന്നെയായിരിക്കും നല്ലത്. ഇനി തട്ടാനെ കൊണ്ട് കുത്തിക്കുന്ന നല്ലതെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. നമുക്കറിയില്ല, ഞാൻ ആകെ ഒന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ചെറുപ്പത്തിൽ കുത്തുന്ന കാത് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ പെയിനൊക്കെ സഹിക്കാൻ ഭയങ്കര പേടിയുള്ള ആൾക്കാർ, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ പക്ഷെ എന്നാ കാത് കുത്തണം, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലത് ഗൺഷൂട്ടാണ്. അതാവുമ്പോൾ പെട്ടെന്ന് കയ്യും, കാതിൽ കമ്മലും ഇട്ട്, കാത് കുത്തി കമ്മലിട്ട് കയ്യും, പിന്നെ പേടിയാവാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോത്തിന് കമ്മലൊരു സെറ്റ് കയറും കാതിൽ. പിന്നെ കുറച്ച് വേദന ഒക്കെ ഉണ്ടാവും. എങ്ങനായാലും കാത് കുത്തല്ലേ, പുറത്തുനിന്നൊരു സാധനം കാതിൽ ഒട്ടാക്കാണ്. അപ്പൊ അത്യാവശ്യം പെയിൻ ഉണ്ടാവും. പിന്നെ സഹിക്കാവുന്ന പെയിനൊക്കെ ഉള്ളൂ. എനിക്ക് പേടിയാണ് മെയിനായിട്ട്, അല്ലാതെ പെയിൻ സഹിക്കാൻ വലിയ സീനൊന്നുമില്ല. അപ്പൊ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഞാൻ ഫസ്റ്റ് പിയേഴ്സിങ് ചെയ്ത് 1 മന്ത് ആയപ്പോൾ എനിക്ക് ഏകദേശം ഹീലായി. അങ്ങനെ സെക്കൻഡ് ഇതായിട്ട് തൊട്ടടുത്ത് തന്നെ വീണ്ടും പിയേഴ്സിങ് ചെയ്ത്, അങ്ങനെ അതൊന്നും വലിയ സീനില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇടയ്ക്ക് ചെറിയൊരു പെയിനൊക്കെ ഉണ്ടായി. പിന്നെയാണ് അത് പഴുത്ത് സീനായത് എനിക്ക്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യത്തേത് പിയേഴ്സിങ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഹീലായി എനിക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഫാൻസിന്റെ ഒരു സ്റ്റഡ് വാങ്ങിച്ചിട്ട് ഇട്ട്. കാരണം ഈ പിയേഴ്സിങ് ചെയ്യുമ്പോഴുള്ള കമ്മൽ എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ ഇഷ്ടപ്പെട്ട ടൈപ്പ് കമ്മൽ ഞാൻ പെട്ടെന്ന് ഇട്ടതാണ്. അതോടെ സീനായി, ഫുൾ പഴുത്ത് നാശായി, 2ഉം പഴുത്ത്. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു, ആലോചിക്കാനേ വയ്യ. എന്താ പറയാ, അവിടെ ഒരു കുരു പോലെയൊക്കെ വന്ന് ഇങ്ങനെ നീരടിക്കുക, ബ്ലഡ് അടിക്കുക, നല്ല വേദന ഉണ്ടായി. അങ്ങനെ കുറെ ആൾക്കാർക്ക് എന്നോട് പറഞ്ഞാൽ ഊരിക്കളഞ്ഞേക്ക്, ഇനി രക്ഷയില്ല, ഊരിക്കളഞ്ഞാൽ മാറിയോളും. പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കുത്തിയത്, ഇത്രയും വേദന സഹിച്ച് ഇനി അത് ഒഴിവാക്കാനാവില്ല എന്ന് ഞാൻ വിചാരിച്ച്, ഞാൻ എന്ത് വന്നാലും ഊരൂല എന്നുള്ള വാശിയിൽ നിന്ന് അങ്ങനെ പിന്നെ ഓരോ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട്, എന്താ പറയുക, ഷോപ്പിനല്ല പോയിട്ട് ഓരോ ഓയിൽമെന്റ് ഒക്കെ വാങ്ങി. കാത് കുത്തി പഴുത്തതാറുണ്ട്. അപ്പൊ ചോദിച്ചപ്പോൾ കുറച്ച് ഓയിൽമെന്റ് ഒക്കെ തന്നു, അതൊക്കെ വാങ്ങി തേച്ച്. പക്ഷെ മാറുന്നില്ല. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുടി കുടുങ്ങും.
അതേമാതിരി കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ചെവി തട്ടും. പിന്നെ അതേമാതിരി കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റങ്ങളൊക്കെ തട്ടും. പിന്നെ തട്ടം ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതും തട്ടും. പിന്നെ ഓയിൽ, തലയിലിടുന്ന ഓയിൽ, സോപ്പ്, ഷാമ്പു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനുള്ളിൽ പോയിട്ടാണ് ഇത് മെയിനായിട്ട് പഴുക്കുന്നത്. പിന്നെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുത്തുമ്പോൾ കിട്ടുന്ന സ്റ്റഡ് ഒരു കാരണവശാലും നന്നായിട്ട് ഹീലാവാതെ ഊരരുത്. എന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടി, ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ട് ഈ ടൈപ്പ് കമ്മലുണ്ടല്ലോ, കുത്തുമ്പോൾ കിട്ടുന്ന ടൈപ്പ് കമ്മൽ, കളറൊന്നും പോവാത്ത ടൈപ്പ് കമ്മലാക്കാരോ, അത് വീണ്ടും വാങ്ങിച്ചിട്ട് അങ്ങനെ പിന്നെ കുറഞ്ഞ് ഇതൊക്കെ ഏറെക്കുറെ ശരിയായി. ഞാൻ എണ്ണ ആവുന്നത് സോപ്പാവുന്നൊക്കെ ശ്രദ്ധിച്ച് മുടി കൊടുക്കാതെ അതേമാതിരി തട്ടാതെ മുട്ടാതെ കൊണ്ടിടുന്ന് അങ്ങനെ പിന്നെ ഏറെക്കുറെയൊക്കെ ശരിയായി. പിന്നെ ഫുള്ളാണ് മാറിയില്ല. അതിന് തൊടുമ്പോ ഒരു പെയിൻ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഡോക്ടറെ കാണിച്ച്, അപ്പൊ പഴുപ്പൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഡോക്ടർ ഒരു ഓയിൽമെന്റ് ചെയ്ത് തന്ന് അതോടെ പെട്ടെന്ന് മാറി. ഞാൻ ആർക്കെങ്കിലും കുത്തിയിട്ട് വേദന ഒക്കെ ഉണ്ട്, അതേമാതിരി പഴുപ്പുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ കഴിച്ചാൽ മതി. ഓയിൽമെന്റ് തരും, ആ ഓയിൽമെന്റ് തേച്ചാൽ വേഗം മാറിക്കോളൂ. പിന്നെ ലാസ്റ്റ് ഒരു 1 year ഒക്കെ കഴിഞ്ഞാലാണ് പിന്നെ ഞാൻ ഈ താഴെയുള്ള പിയേഴ്സിങ് ചെയ്തത്. അത് എനിക്ക് നല്ല പണി കിട്ടി. ഷൂട്ട് ചെയ്ത് ഏകദേശം ഒന്ന് ഹീലായി വന്ന ടൈമിൽ ഞാൻ എന്താട്ടി, പെട്ടെന്ന് ഗോൾഡിന്റെ കമ്മല് സ്റ്റഡ് വാങ്ങിച്ചിട്ട് വേഗം ഇട്ട്. ഗോൾഡ് ആകുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഫാൻസി പോലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിട്ട്. അങ്ങനെ പിന്നെ എനിക്ക് പെയിനൊന്നുമില്ല, കുറെ ദിവസം വേദന ഒന്നുമില്ല, ചെറിയൊരു പെയിൻ ഉണ്ട്. അതിങ്ങനെ തൊടുമ്പോഴുള്ളൂ. സോപ്പും കാര്യങ്ങളൊക്കെ ആണ് ശ്രദ്ധിച്ച് നടന്ന്. ഒരു ദിവസം ഞാൻ കമ്മലിന്റെ ചങ്കിരി ഇങ്ങനെ തപ്പുമ്പോൾ അത് കാണാനില്ല, അവിടെ സ്കിന്ന് വന്നിട്ട് മൂടി. അങ്ങനെ എനിക്ക് നല്ല പണി കിട്ടി, നല്ല പെയിനും. പിന്നെ അങ്ങോട്ട് പഴുത്ത് ഒരു നിലക്കും കമ്മല് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല, നല്ല വേദനയും ഉണ്ടായിരുന്നു. കാത് തൊടാനേ പറ്റുന്നില്ല, അച്ചാതി വേദന. അങ്ങനെയായി പിന്നെയും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കീറേണ്ടിയിരുന്നപ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ അയ്യോ കീറണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ കമ്മല് ചങ്കിരി, കുഞ്ഞി ചങ്കിരിയാണ്, ഗോൾഡിന്റെ തന്നെ ചങ്കിരിയാത്. കിട്ടുന്നതന്നെയില്ല, എത്ര കുറേ ശ്രമിച്ച് കിട്ടണില്ല. ഞാൻ അങ്ങോട്ട് ലാസ്റ്റ് ഡോക്ടർ നെക്കി എനിക്ക് നല്ല വേദനയായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തോളാം കാരണം ഞാൻ തന്നെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ അമർത്തി. അങ്ങനെ പിന്നെ വേദന കൊണ്ട് കിട്ടണില്ല. അപ്പൊ ഡോക്ടർ പിന്നെ പിടിച്ചെണ്ണ അമർത്തി. അപ്പൊ ശങ്കിരി പുറത്തേക്ക് വന്ന് ആ ഊരാൻ കഴിയണില്ല, കാതിങ്ങനെ വീർത്ത് വന്നിട്ട് കമ്മലിന്റെ സൈസിലെത്തിന് കാത്. അപ്പൊ പിന്നെ ഇങ്ങനെ അമർത്തി പിടിച്ചാൽ മാത്രമേ ശങ്കിരി പുറത്തേക്ക് വരുള്ളൂ. അങ്ങനത്തെ ഒരു തിന്നിട്ട് അമർത്തി പിടിച്ചെന്ന് ഞാൻ എങ്ങനെപ്പോ ശങ്കിരി ഊരി കൊടുത്ത് വേദന ഉണ്ട്. അങ്ങനെ കമ്മല് ഊരിയിട്ട് എന്നോട് പറഞ്ഞു എന്തോ ഒഴിവാക്കിക്കളാ, കമ്മലൊക്കെ കാത്തുനിന്ന് ഊരിട്ടാളാ, ഗുളിക എന്ന് ഇന്നെ ഇടണ്ടെന്ന് പറഞ്ഞു വിട്ട് മാറിക്കോളും പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് എന്തിനാപ്പൊ ഞാൻ ഊരിടുന്നു, ഇത്രയും വേദന സഹിച്ചില്ലെങ്കിൽ ഇത് ഇനി മാറും. എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം, ഇത് മാറും, എനിക്ക് ഇനി കുത്താനാവൂല. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഈ ഒരു കാത് പിയേഴ്സിങ് വേണം എന്നുള്ളൊരിതില് ഞാൻ എന്താക്കി, എന്തെങ്കിലും ശരിനെ ആദ്യം കുത്തിയ ടൈപ്പ് കമ്മലെടുത്തിട്ട് അതിന്റെ ശങ്കിരി പാക്കത്ത് ഇടാതെ ഇങ്ങനെ ഇട്ട്. അങ്ങനെ പിന്നെ ഭയങ്കര കെയറിങ്ങും കുടി കുടിച്ചിലും ഒക്കെ ആയപ്പോ വേഗം മാറി, കാതൊക്കെ നോർമലായി വന്നതിന് ശേഷം ഈ ഗോൾഡ് എടുത്തിട്ടിട്ട് ചങ്കിരി മുറുക്കാതെ ഇങ്ങനെ അയച്ചായിട്ട് അയിമന്ന് ഊരിപ്പോരില്ല, എന്നാലോ മുറുക്കൂല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ ഇട്ട് ഇടയ്ക്കിടക്ക് നോക്കും ബാക്കിൽ അതില്ലേ സീനാവുന്നുണ്ടോ ഒക്കെ നോക്കും. എന്നിട്ട് പിന്നെ നന്നായിട്ട് കെയർ ചെയ്ത് അങ്ങനെ അത് മാറി. ഇപ്പൊ ഞാൻ ശങ്കിരിയൊക്കെ കറക്റ്റ് ആക്കി. ഇപ്പൊ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. 3 പിയേഴ്സിങ് എക്സ്ട്രാ കിട്ടി. ഒരു ട്രിപ്പൊന്നുമില്ല. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഇവിടെ അടുത്തൊന്നും ഏതായാലില്ല, ഒരു പിയേഴ്സിങ് കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആരും സമ്മതിക്കൂല, എപ്പോഴെങ്കിലൊക്കെ ഒരു പിയേഴ്സിങ് കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ, ഇനി അതൊക്കെ ആലോചിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോ പുതുതായി കാതുകുത്താൻ ആഗ്രഹിക്കുന്നവരോടും കാതുകുത്തുന്നവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മള് ഗൺഷൂട്ട് ചെയ്തതൊക്കെയാണെങ്കിൽ ആ ഗൺഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കമ്മല് ഊരിക്കളയരുത് ഒരു കാരണവശാലും. പിന്നെ ഹെയറിൽ ഈ പിയേഴ്സിങ്ങിലും ഓയിലാവാതെയും സോപ്പാവാതെയും ഷാമ്പു ആവാതെയും മുടി കുടുങ്ങാതൊക്കെ ശ്രദ്ധിക്കുക. തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ തട്ടണമൊക്കെ നല്ല ശ്രദ്ധിച്ചാൽ
കിടന്നുറങ്ങുമ്പോഴും നല്ല ബോധത്തോടെ ഉറങ്ങിയില്ല. ഷൂട്ട് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത്. പെട്ടെന്ന് പണി കഴിയും, എളുപ്പമാണ്, വലിയ വേദനയൊന്നുമില്ല. അപ്പോൾ ഗൺ ഷൂട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കമ്മൽ ഊരിക്കളയാതെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എൻ്റെ ഈ പിയേഴ്സിങ്ങിന്റെ ഞാൻ പറഞ്ഞില്ല, ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് വന്നു. അതിന്റെ പിക്കുകളും കാര്യമൊന്നും എൻ്റെ അടുത്ത് അധികമില്ല. പക്ഷെ ഒരു പിക്ക് ഉണ്ട്, അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും വീഡിയോന്റെ അവസാനത്തിലോ ആദ്യത്തിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഒരു ഫോട്ടോ ആയിട്ട് കാണിക്കട്ടോ. അപ്പൊ ഇതുപോലെ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് യൂസ്ഫുൾ ആയിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനിതുപോലെ കാത് പഴുത്തി ഇൻഫെക്ഷൻ വന്നപ്പോൾ ഇതുപോലെ കുറെ വീഡിയോസ് തപ്പി നോക്കിയതാണ്. അപ്പൊ അതൊക്കെ കണ്ടിട്ടപ്പോഴാണ് എനിക്ക് കുറെ സമാധാനമായത്. പിന്നെ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ മനസ്സിലായത്, ഏത് സ്റ്റേജ് എത്തുമ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ മനസ്സിലാവാനും പിന്നെ കുറെയൊക്കെ ധൈര്യത്തോടെ നിൽക്കാനും പറ്റിയത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ്. അപ്പൊ കൃത്യമായിട്ട് ആരെങ്കിലുമൊക്കെ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ച് ചെയ്യുന്നതാട്ടോ. അപ്പൊ ഞാൻ ഒരു പിക്ക് ഇവിടെ എവിടെയെങ്കിലും ലാസ്റ്റിൽ എവിടെയെങ്കിലും കൊടുക്കാം.